അടുത്ത ദിവസം പെരുന്നാളിന് വന്നിരുന്ന വലിയ പുരുഷാരം യേശുതമ്പുരാൻ യെരുശലേമിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടിട്ട് ഈന്തപ്പനയുടെ കൊമ്പുകൾ എടുത്തുകൊണ്ട് യേശുതമ്പുരാനെ എതിരേൽക്കുവാനായി പുറപ്പെട്ടു. അവർ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഊശാന ഊശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഊശാന ഊശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഊശാന ഊശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യേശുതമ്പുരാൻ ഒരു കഴുതയെ കണ്ടെത്തി അതിന്റെ പുറത്തു കയറി, അത് സഹിയോൻ പുത്രി, നീ ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്തു കയറി നിങ്കിലേക്ക് വരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരമായിരുന്നു. അവന്റെ ശിഷ്യന്മാർ ആ കാലത്ത് ഈ സംഗതികൾ മനസ്സിലാക്കിയിരുന്നില്ല. എങ്കിലും യേശുതമ്പുരാന്റെ മഹത്വീകരണത്തിന് ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നും അവനിൽ അത് നിവർത്തിതമായി എന്നും അവരോർത്തു. അവൻ ലാസറിനെ ശവക്കല്ലറയിൽ നിന്ന് വിളിക്കുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്തുവെന്നതിന് അവന്റെ കൂടെയുണ്ടായിരുന്ന ജനസമൂഹം സാക്ഷ്യം നൽകി. അവൻ ഈ അത്ഭുതം പ്രവർത്തിച്ചുവെന്ന് കേട്ടതുകൊണ്ട് വലിയ ജനസമൂഹം അവന്റെ എതിരേൽപ്പിനായി പുറപ്പെട്ടു. എന്നാൽ പരീശന്മാർ അന്യോന്യം, നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അതാ ലോകമാസകലം അവന്റെ പിന്നാലെ പൊയ്ക്കളഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ.